ഹലോ വെൽക്കം ബാക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ നമുക്ക് കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ കസ്റ്റർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാനൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേറൊരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് കസ്റ്റർഡ് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഇതിൽ നിന്ന് തന്നെ കുറച്ച് പാലെടുക്കുക. കുറച്ച് പാലെടുത്ത് ഇതിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോകുന്നവരെ നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റർഡ് പൗഡർ ഇല്ലാതെ നമുക്ക് കസ്റ്റർഡ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ 2-3 എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് പോയി ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എനിക്ക് ഭയങ്കരമായിട്ട് കൂടുതലായിപ്പോയി, ഭയങ്കര ഓവർ മധുരമായിപ്പോയി. അപ്പോൾ നിങ്ങളിടുമ്പോൾ 1/4 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. അതായത് 1/2 ലിറ്റർ പാലിന് 1/4 കപ്പ് പഞ്ചസാര കറക്റ്റായിരിക്കും. പിന്നെ ഞാനിപ്പോൾ അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് കാണിക്കാറില്ല സാധാരണ. അപ്പം ഞാനിവിടെ ഈ പാലൊന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് അതായത് 1 കപ്പ് പാല് എടുത്തതിന് ശേഷം വീണ്ടും അല്ലാതെ എക്സ്ട്രാ വേറെ 1 കപ്പ് പാല് എടുത്തിട്ടാണ് ഇത് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് തന്നെ. കാരണം അത് ഭയങ്കര മധുരമായിപ്പോയി. 1/2 ലിറ്റർ പാലിന് 1/2 കപ്പ് പഞ്ചസാര. ഇനിയിപ്പോൾ ഇതാ ചൂടായ പാലിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പം പാല് തിളച്ച് വരുന്നതിന് മുമ്പ് വേണം നമുക്ക് കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കസ്റ്റർഡ് ഒഴിച്ചതിന് ശേഷം പിന്നെ കൈ എടുക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും. ഇപ്പോൾ ഇതാ നല്ലപോലെ പാല് ഒന്ന് കുറുകി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ തണുക്കാൻ വെച്ചതിന് ശേഷവും ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കണം. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവൂ. അപ്പം ഫ്രീസറിലല്ല, താഴത്തെ ഫ്രിഡ്ജിൽ വേണം നമ്മളിത് വെക്കാനായിട്ട്, തണുക്കാനായിട്ട്. അങ്ങനെ കസ്റ്റർഡ് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാംഗോ ആണ്. അപ്പോൾ മാംഗോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് രസകദളി പഴമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സ്, അതും ഇതുപോലെ ചെറിയ പീസായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് കാഷ്യൂനട്ടും ആൽമണ്ട്, റേസിൻസ്, ഇതും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഓറഞ്ച് ജെല്ലിയാണ്. അപ്പം ജെല്ലി ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ പാക്കറ്റ് വാങ്ങാൻ കിട്ടില്ല, അത് വാങ്ങിയതിന് ശേഷം ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റാക്കി എടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാഗോ, അതായത് ചൗവരി, ചെറിയ ചൗവരിയാണ്, വലുതല്ല. അതും കൂടെ ഒന്ന് വേവിച്ച് ഇതിലേക്കിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഗ്രേപ്സ്, ആപ്പിൾ, ചെറി എന്ത് വേണമെങ്കിലും ഇടാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഉള്ളത് മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ധാരാളം. ഇതിന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വേറെ ഫ്രൂട്ട്സിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ബൗളിലോട്ട് സെറ്റ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് വാനില ഐസ്ക്രീമും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. പിന്നെ കസ്റ്റർഡും ഐസ്ക്രീമും ഒക്കെ ഒരുമിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മാംഗോയും പിന്നെ ജെല്ലിയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് കഴിച്ച് നോക്കേണ്ട ഒരാവശ്യമില്ല, നല്ല അപാര ടേസ്റ്റാണ്. കാരണം കസ്റ്റർഡും ഐസ്ക്രീം പിന്നെ ഫ്രൂട്ട്സ് പുറത്തേന് നമ്മൾ ഓറഞ്ച് ജെല്ലിയൊക്കെ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ റെസിപ്പീസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.